ഞങ്ങള് ഓട്സ് ഒക്കെ തിന്നോണ്ടായിരുന്നു ചെയ്യുന്നത്. കൊയറ്. ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. നല്ല കുറെ നാൾ കൂടിയിട്ട് കളത്തിട്ടേ തകർന്നോ? വിചാരിക്കും ഇതിലും ഭേദം കടയിൽ പോയിട്ട് ഇത്രയും പൈസ മുടക്കുവാണെങ്കിൽ നേരിട്ട് അങ്ങ് മേടിച്ചാ പോരുന്നല്ലേ. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കളച്ച്? പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ ഒരു സുഖമില്ലേ? ഒരു സുഖം, ഒരു രസം കൊണ്ടായി നിക്കുന്ന കാണാം. രസിച്ചോളൂ. വേറെ ആളെ രസിക്കുന്ന കാണിച്ചു തരാം. ഹേച്ചു ഞാനും രസിച്ചോണ്ടിരിക്കുക. എടാ കിച്ചുമ്മി ഇറങ്ങിക്കിറങ്ങണ രണ്ട് തുമ്പക്ക്. Come on, Hechu. Va. Come on. അവിടെ എങ്ങനെ താടി എടുക്കൂ? ഒരു ചെറ്റണ്ടേ മുട്ടും. ഈ സ്ട്രോബെറിയുടെ ചെടിനെ രക്ഷിക്കണം അല്ലേ? കാരണം അതിന്റെ ചോട്ടില് മണ്ണൊക്കെ ഒത്തിരി പഴയതല്ലേ. അതിന് മുടി നല്ല കമ്പോസ്റ്റും കുറച്ച് ടോപ്പ് സോയിൽ ഇട്ടിട്ട് ഇതിനൊന്നും കൂടി ഇതിൻ്റെ അകത്ത് തന്നെ റീപ്ലാന്റ് ചെയ്യാം. അപ്പം അടുത്ത പ്രാവശ്യം നന്നായിട്ട് കായ ഉണ്ടാവും നോക്കാം നമുക്ക്. കൈയുണ്ട് ഇതിനകത്ത് പർപ്പസ് കമ്പോസ്റ്റ്. ചോട്ടിലെ കാടൊക്കെ പറിച്ചു വന്നിട്ട് സ്ട്രോബെറി ചെടി നമുക്ക് കൊടുക്കാം. വിഷപ്പെടണമല്ലോ ഇവരൊക്കെ. 3 എണ്ണത്തിന് ഞങ്ങൾ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് സോയിൽ ഇട്ടു. ഞങ്ങൾക്കിതിനെ ഇവിടെ കൊണ്ടു തന്നെ തിരിച്ച് എവിടെയാണോ വരുന്നത് അവിടെ തന്നെ പ്ലേസ് ചെയ്യും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ ഉണ്ടാവും നിറച്ച് കാടും എല്ലാ സാധനവും ഉണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായ സ്ട്രോബെറി കരിഞ്ഞ് നിൽക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം വീട് നോക്കാൻ വരുമ്പോഴത്തെ സ്ട്രോബെറി പച്ചയായിരുന്നു. അപ്പം വീട് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോയി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് നമുക്ക് തിന്നാനുള്ളതല്ലായിരുന്നു. ഓരോ അരിമണിയിലും അത് തിന്നണ്ണാന്റെ പേര് എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ഓരോ സ്ട്രോബെറിയും ഉണ്ടാവും. ഇപ്രാവശ്യം തിന്നത് കുറെ കീടാണുക്കളും ആർക്കും കിട്ടണ്ടല്ലേ എന്തേലുമൊക്കെ. നമ്മൾ മാത്രം സ്ട്രോബെറി മതി. ഇച്ചിരി ചടങ്ങാണ്. എന്നാലും ഞാൻ എടുക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ ഇതിന്റെ? ചേട്ടൻ വരുന്നുണ്ടോ? ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ വന്നില്ലേ വീട്ടത്തുള്ള വന്നില്ലേ ടിൻഡി 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 കേക്കാന്നും പറഞ്ഞ് ഇപ്പം മേടിക്കും. ചേട്ടാ ഇത് കേക്കല്ലേ ചേട്ടാ. ചേട്ടന് പിന്നെ എല്ലാ സാധനവും തിന്നാനുള്ളതായതുകൊണ്ടേ. ഓക്കെ അതായത് മുന്തിരി ഉണങ്ങിയിട്ട് പിന്നെ പുതിയ വള്ളികൾ കിളുത്ത് വരുമ്പോ അതേന്നാണ് വീണ്ടും നായ ഉണ്ടാവും. യേശു, you are the one planting next year, okay? Is watching data. Sorry. എന്തോ പഠിച്ചതുപോലെ ഉണ്ട് അവന്റെ മുഖമൊക്കെ. ഭയങ്കര ക്യൂരിയോസിറ്റിയാ. ആണോ ഇത്? അവൻ പഠിക്കുന്നുണ്ടോ? മണ്ണ് എന്ന് പറയുന്ന സാധനം അത്ര ഡേർട്ടി അല്ല.
ഇതിൽ നമുക്ക് കൈ ഇടാൻ പറ്റുന്നൊക്കെ പിടിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ടൈം അവൻ കൈ ഇടും. എന്തോ എന്റെ തലയുടെ മണ്ടക്കൂടെ ഇപ്പൊ പറഞ്ഞു പോയേ. പ്രാവായിരിക്കും. ആ പ്രാവാന്ന് തോന്നുന്നു. തൊട്ടോ യേശു മണ്ണില്? ഇറ്റ്സ് നോട്ട് ബാഡ് അല്ലേ? പക്ഷെ മണ്ണെ തൊട്ടു. നമ്മള് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇവർ പഠിക്കുന്നത്. ധാരാ പറയുന്ന അപ്പാപ്പൻ ഡാഡയായിട്ട് പിന്നെയുള്ള ബോധോദയം. അതെ. താഴച്ചങ്ങ് വളരട്ടെ. നമ്മുടെ സ്ട്രോബെറി ചെടീനെ നമ്മള് ഒരു വർഷം വരണമാവും. പക്ഷെ അതിലും കായുണ്ടാവും, നന്നായിട്ട് കായുണ്ടാവും. ഇതിന്റെ ഉണങ്ങിയ ഇലയൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ ഒന്നുമില്ല കട്ട് ചെയ്യാം. ഓക്കെ, ഡൺ. നമുക്കിതിനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചുകൂടി വെള്ളം വേണം. അപ്പൊ 3 സ്ട്രോബെറി ചെടീനെ നമ്മൾ രക്ഷിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഈ കാലുകളിലാണ് സഹിക്കാൻ പറ്റാത്തത്. ഐസ് ബാത്ത് കഴിയുന്ന പോലെ